എടവണ്ണ സീതിയാജി സ്റ്റേഡിയത്തിൻ്റെ ബാക്കത്തെ പാടാട്ടത്. വെള്ളം നിറഞ്ഞാകെ ബിൽഡിങ്ങിനോടൊപ്പത്തിന് കണ്ടോ. കണ്ടോളി അവിടെ രണ്ടാൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. ഇന്നലെ ഇന്നുമായിട്ട് പെയ്ത മഴയിൽ ഒട്ടുമിക്ക സ്ഥലത്ത് കംപ്ലീറ്റ് സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെ ഓലിപ്പോൾ അങ്ങനെ നീന്തി പോകണത് ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ നീന്തി പോകണമെന്ന് വിചാരിച്ചു. ആ ഓല് ട്യൂബുമ്മലാണ് നീന്തി പോണത്. അല്ലാതെ ഓല രണ്ടാളെ താഴ്ച അവിടെ ഉണ്ട്. എന്നിട്ട് എങ്ങനെ പോലെ അവിടെ നീന്തണമെന്നാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. അപ്പോൾ രണ്ടാളെ താഴ്ചയിൽ വെള്ളമാണ് അവിടെ. എന്നിട്ട് ഓല് നീന്തി പോകണോണ്ടപ്പോൾ സംഗതി പോലെ ട്യൂബുമ്മലാണ്. ഓല് മീൻ പിടിക്കണം അവിടെ. സംഭവം അടിപൊളി രസമുള്ള നേക്കുള്ള സ്ഥലമാണ്. മീനും കിട്ടീന് കേട്ടോ. നിറച്ച് ഒരു മീനിനെ പിടിച്ച് അങ്ങനെ കവറിലിട്ടുന്ന കാണുന്നുണ്ട്. എടവണ്ണ പുഴയുണ്ട് ഇപ്പോൾ ഈ കാണുന്നത്. ചാലിയാറ് കലങ്ങി മറിഞ്ഞ് ആകെ വരുന്നുണ്ട്. എന്നാണ് കണ്ടുപിടി കാഴ്ച. നല്ല ചുഴിയുണ്ട്. സീതിയാജി പാലത്തിൻ്റെ ചാരി ഏകദേശം പാലത്തുമൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു വെള്ളം. കുറേ ചണ്ടിയും ചമ്മലും വന്ന് അടഞ്ഞിക്കണ്. അത് ആ പില്ലർമ്മ ചെന്നാണ്ട് തടഞ്ഞു നിൽക്കുകയാണ്. വെള്ളം കാണാൻ ഇഷ്ടം പോലെ ജനങ്ങൾ കാണാൻ വന്നിട്ടുണ്ട് അവിടെ. ഈ കണ്ട ജനങ്ങളൊക്കെ അവിടെ വെള്ളം കാണാൻ വേണ്ടി പുഴ നിറഞ്ഞു ഒഴിച്ചിന് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുക. ചാലിയാറ് കുത്തൊലിച്ച് നിറഞ്ഞ് കവിഞ്ഞ് ഗംഗാവലി മാതിരി ഒലിച്ചു വരികയാണ്. കലങ്ങി മറിഞ്ഞ് തിമർത്ത്
മരണം, വലിയൊരു ചീനിമരണം എന്തോ ആണ്. അതിൻ്റെ ഒപ്പം വേറെ ഒന്നുണ്ടോ? അത്രയും പോകുന്ന മര കൊലുക്കി വരണമെങ്കിലേ എന്തായിട്ടൊക്കെ വള്ളത്തിൻ്റെ അയ്യെന്നടങ്ങിയപ്പോൾ ആളെ പാത്തുമ്മ ചെന്ന് അടിയക്കാരം ഗ്യാപ്പ് കൂടിയിട്ട് ഞാൻ പോവാം, അല്ലെങ്കിൽ വളർത്തുന്നുണ്ടോ ഗ്യാപ്പ് കുടുങ്ങാൻ കഴിഞ്ഞു. തലങ്ങടിച്ച് നിന്നാ കഴിഞ്ഞു. ഗ്യാപ്പൂടെ അങ്ങനെയാണ് പോവാണെങ്കിൽ അത്യാവശ്യം വലിയ മരല്ലേ? മരല്ല, മുതലാണ്. മുതലാ ഗ്യാസ് കുറ്റിയാണ് അപ്പുറത്ത്. ഗ്യാസ് കുറ്റി മാത്രം ഉണ്ടല്ലേ? ഇതാണ് എടവണ്ണ ചാലിയാർ പുഴ. കണ്ടോളി മക്കളെ, കണ്ടോളി. എടവണ്ണ ചാലിയാറിൻ്റെ ആഘാതം കണ്ടോളി. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് വെള്ളം പോയിരുന്നത്. അത് ഫുള്ള് അടിഞ്ഞമർന്ന് ഇതിൻ്റെ നീളം വീതി കണ്ടോളി. ഇതാണ് കണ്ടോളി എടവണ്ണ പുഴയുടെ, ചാലിയാർ പുഴയുടെ തീരത്തേക്ക് ഒരു അടുക്കുന്ന ചെറിയൊരു തോടല്ല, പുഴ തന്നെ പറയാം, ചെറിയൊരു പുഴ. അതിന് ചാരിയുള്ളൊരു കാഴ്ചയാണത്. ഇത് കണ്ടോളി. അർജുന, കേരളം നിന്നോട് മാപ്പ് ചോദിക്കുന്നു. കാരണം ഇത്രയും കുത്തേക്കുള്ള ഈ പുഴയിൽ നിന്ന് നമ്മളുടെ കർമ്മധീര ഭടന്മാർ, നാവികസേന, എല്ലാ ഭടന്മാരും, അതിൽ പേരെടുത്ത് പറയണില്ല, എല്ലാ ഭടന്മാരും നിനക്ക് വേണ്ടി ഈ കുത്തേക്കുള്ള പുഴയിൽ നിന്നെ തെരച്ചിൽ നടത്തിയിട്ട് നിൻ്റെ ഒരു പൊടി പോലെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിന്നോട് കേരളം മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ ഇതുപോലുള്ള എടവണ്ണ പുഴയുടെ, ഇപ്പോൾ ഈ എടവണ്ണ പുഴ നമ്മൾ കാണിച്ചു തന്നല്ലോ, ചാലിയാർ. ഈ ചാലിയാർ പുഴൻ്റെ ഇതേ അവസ്ഥ, ഗംഗാവലി ഇതേ അവസ്ഥ തന്നെ. ഈ കാരണം അവിടുത്തെ പുഴ ഗംഗാവലി. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഇന്നലെ ഇന്നൊക്കെ മഴ പെയ്തതിൻ്റെ ശേഷം പുഴയൊക്കെ ആകെ കലങ്ങി മറിഞ്ഞ് കുത്തൊഴുക്കി കലങ്ങി മറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടു. അപ്പോൾ അതേ അവസ്ഥയായിരിക്കും അവിടുത്തെ ഗംഗാവലി പുഴയും. അപ്പോൾ അതിലൊക്കെ സാഹസികമായി മുങ്ങിത്താന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഫലം കണ്ടിട്ടില്ലെങ്കിലും ഫലം കാണുന്നില്ല പ്രതീക്ഷയിൽ വീണ്ടും നമ്മൾ പ്രതീക്ഷ നൽകുകയാണ്. പിന്നെ നമ്മളെ ചാലിയാറിൻ്റെ കഥയിലേക്ക്. ചാലിയാറിൻ്റെ തീരത്തുള്ള ഒരു ചെറിയൊരു കൈത്തോട്, തോട് പുഴയൊക്കെ പറയാം, അതിൻ്റെ അവസ്ഥയാണ്. അതിൻ്റെ തൊട്ട് ചാരിയൊരു വീട് കാണുന്നുണ്ട്, 1-2 വീട് കാണുന്നുണ്ട്. ആ വീടൊക്കെ ഒരു നിമിഷം കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നുകൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വീടൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് കയറട്ടോ. കാരണം അത്രയും അടുത്തേക്കെത്തി വെള്ളം എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അങ്ങേ മറിയാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. പാലത്തും കൂടെ വണ്ടി പോകുമ്പോൾ ഭയങ്കര കുലുക്കാണ്. ഇവിടെ വല്ലാതെ നിൽക്കാനും പറ്റൂല. പഴയ പാലത്തിൻ്റെ പില്ലർ അവിടെ കാണുന്നുണ്ട്.
ചണ്ടിയും ഞമ്മലും വന്നടങ്ങിയിട്ടുണ്ട്. ഓടായിക്കൽ റെഗുലേറ്റർ കമ്പനി അവിടെ ഇപ്പോൾ നമ്മൾ പിള്ള കേട്ടോ. കടവെള്ളത്തിൻ്റെ കുത്തൈക്കണ കാണാൻ കുറേ എന്തോ ഒരു ഇതൊക്കെ ഒലിച്ചു വരുന്നുണ്ട്. മുള എന്തോ ആണ്. ഷട്ടറൊക്കെ പൊക്കിച്ചാണ്. കറക്റ്റ് ആ കോട്ടിക്കൊണ്ടിൽ പോകും. മോളെന്തോ ആണ്. അവിടെ തങ്ങി ഇല്ല പോയി. ഒഴുക്കിൻ്റെ ശക്തി കണ്ടുപോണി. വള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി കലങ്ങി മറിഞ്ഞ് തിമിർത്തി വരുന്നുണ്ട്. എല്ലാ അസല് പാച്ചായ.
അപ്പുറത്തിന്റെ വരെയാണ്